ആത്മശക്തിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്തുതിയെ ഇറങ്ങി വാ, ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. നമ്മൾക്ക് ഉണർച്ചയുള്ളപ്പോഴും ഉണർച്ചയില്ലാത്തപ്പോഴും ഉടമ്പടി ലൈവാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം സ്വപ്നം. ഇപ്പോൾ തുടങ്ങിയല്ലത്. നിങ്ങൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു 2-3 പേരെങ്കിലും തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പിന്നീടത് ആ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഇടങ്ങളും ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാത്ത സാക്ഷ്യങ്ങളില്ല. ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ്. ഏറ്റവും പുതിയ സ്വപ്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ വിൻസിയുടെ സാക്ഷ്യം, ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. വിൻസി കോയമ്പത്തൂരാണ്, അവിടെ സെറ്റിൽഡാണ്. അപ്പോഴേ വിൻസിയുടെ ഒരു പ്രശ്നം, അവർ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ഒറ്റമുറി വീട്. ആ വീട്ടിൽ തന്നെ ആ ഒറ്റമുറി തന്നെ ഗ്യാസ്, അപ്പനും അമ്മയും കിടക്കുന്നതും ഈ വിൻസി കിടക്കുന്നതും എല്ലാം ഒരു മുറിയിലാണ്. ഒരു കട്ടിൽ, പിന്നെ ഒരാൾ താഴെ കിടക്കും. അപ്പോൾ അത്രയും ഒതുങ്ങിയ ഒരു ജീവിതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ശരിക്കും വിൻസി സാക്ഷ്യം പറയണത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ലെന്നാണ് പറയണത്. പ്രാർത്ഥിക്കാൻ ഇടം പോലും ഇല്ല, അതൊരവസ്ഥ. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് അവർ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ നടക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഒരു വാഹനം കൊണ്ടാണ്. ഒരു ടെമ്പറൽ ട്രാവലർ പോലൊരു വാഹനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞു പോണത്. അപ്പോൾ ലോൺ എടുത്താലും അടക്കാൻ പറ്റത്തില്ല, ലോൺ ചോദിച്ചാൽ തരത്തുമില്ല. അപ്പം അതാണ് അതിൻ്റെ അവസ്ഥ. ഒരു ഗതിമുട്ടിയ ഒരവസ്ഥയാണ്. ഉടമ്പടി ഗതിമുട്ടിയവരുടെ പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ, ഏത് വശത്ത് നോക്കിയാലും. അപ്പോഴാണ് വിൻസി ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഉപകരണം പത്രം തന്നെയാണ്. പത്രം നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരാണ്, കൂടുതൽ സങ്കടക്കാരാണ് പത്രം വഴി ദൈവത്തെ അറിയണത്. അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് കയ്യിൽ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കയ്യിൽ നിങ്ങളെ കൊണ്ട് ഒരു പത്രം കൊടുക്കുമ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാരണം അവരതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരെ പള്ളി മുറ്റത്തു നിന്ന് എടുത്തതല്ല, ദൈവം അവർക്ക് കൊടുത്തതാണെന്ന് മനസ്സിലാകും. അതാണ് ഈ നമ്മൾ പള്ളി മുറ്റത്ത് വെക്കണതും വെച്ചിട്ട് പോരണതും കയ്യിൽ കൊടുക്കണതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പള്ളിമുറ്റത്ത് വെക്കുമ്പോൾ അവരെടുക്കുകയാണ് ചെയ്യണത്. പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി നിങ്ങൾ മാറണത് നേരിട്ട് കൊടുക്കുമ്പോഴാണ്. പക്ഷെ അതിന് വല്ലാത്ത ഒരു ഇഫക്റ്റാണ് ഉള്ളത്. ആദ്യമേ ഇത്തിരി പാടുണ്ട്, ഇത്തിരി ചമ്മലും ചളിപ്പൊക്കെ ഉണ്ടാവും. അത് പിന്നെ അപ്പം നിങ്ങൾ കുരിശുരൂപത്തോട്ട് നോക്കിയാൽ മതി. ഈ അരച്ചാൻ തുണിയുടെ നഗ്നതയിലെ ദൈവം മനുഷ്യനായി പങ്കപ്പാട് സഹിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കഷ്ടത റീഫണ്ടബിളാണ്. ബൈബിൾ പറയുന്ന ഈ കഷ്ടത റീഫണ്ടബിളാക്കിയതെല്ലാം ക്രിസ്തു വന്നതിന് ശേഷമാണ്.
എന്ത് കഷ്ടത ഇനി ലോകത്തുണ്ടായാലും അതെല്ലാം റീഫണ്ടബിളാണെന്ന് പറഞ്ഞു, അതിനെല്ലാം റിവാർഡ് തരുമെന്ന്. അതാണ് പൗലോസ് പറയണത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന 8:18 റോമ ലേഖനത്തിലെ എന്താ പറയണത്? പറഞ്ഞ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. അപ്പോൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 2 പേർക്കുമാണ് മഹത്വം ലഭിക്കാനിരിക്കുന്നത്. ആർക്കാണ്? ആ പ്രേക്ഷിത ജോലി ഏറ്റുമേടിച്ചവർക്കും അതുപോലെ തന്നെ കൊടുത്തവർക്കും 2 പേർക്കും അനുഗ്രഹമാണ്. ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? 2 പേർക്കാണ് ലഭിക്കുന്നത്, ഒരാൾക്കല്ല. പത്രം കൊടുക്കുന്നവർ, കിട്ടുന്നവർ അതിലൂടെ ഉടമ്പടി എടുത്ത് ദൈവത്തെ അറിഞ്ഞ് അവർ പിന്നെ 10,000-കണക്കിന് മനുഷ്യരെ അതിലേക്ക് ക്ഷണിച്ച് അതിൻ്റെ അനുഗ്രഹം ആർക്കാണ്? ഈ കൊടുക്കുന്ന ആളിനാണ്. ആദ്യം കൊണ്ട് കൊടുക്കണില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ബെനഫിറ്റ്സാണുള്ളത്. എന്താണ്? ഒന്ന്, ഈ കൊടുക്കുന്ന ആൾ രക്ഷപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോഴേ അവരിലൂടെ ഇനി കുറേ അധികം ആൾക്കാർ ദൈവത്തെ അറിയും. അതെല്ലാം കൊടുക്കുന്ന ആളിനകത്ത് പങ്കാളിത്തം കിട്ടും. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന ഒരൊറ്റ സബ്ജക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അനുഗ്രഹം കിട്ടും. പക്ഷേ ഇതെല്ലാം വിശ്വാസികളോടാണ് പറയേണ്ടത്. കാര്യം പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകണമെന്ന് വെച്ചാൽ എന്തായാൽ എന്ത് അച്ഛൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞാലും അതിനൊക്കെ സാധൂകരിക്കുന്ന വലിയ അനുഭവങ്ങൾ ആൾക്കാർ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അത് നടപ്പിൽ വരുത്തിയിട്ട് അടയാളങ്ങൾ കിട്ടിയിട്ട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് ലക്ഷക്കണക്കിനുണ്ടാകും, അല്ലെങ്കിൽ 1000-കണക്കിനുണ്ടാകും. ഇപ്പം ഈ വിൻസിയുടെ കാര്യം എന്താ? വിൻസി ഇപ്പം നോക്കുമ്പോൾ മുന്നോട്ട് നീങ്ങാൻ ഒരു പഴുതും കാണുന്നില്ല. ഇപ്പം നിങ്ങളിലും ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ ഇനി മുന്നോട്ട് നീങ്ങാൻ, കാര്യം ഉടമ്പടി എന്ന് പറയണത് വെറുതെ സാധാരണ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ പാടാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടിയെക്കുറിച്ച് ജനങ്ങൾക്കെല്ലാം അറിയാം. വളരെ വെർച്വൽ ഉടമ്പടി എന്നും പറഞ്ഞൊരു പുതിയൊരു സാധനം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ്. വെർച്വൽ ഉടമ്പടി. നമുക്ക് എന്താ ഉള്ളത്? ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അതുപോലെ തന്നെ പിൽഗ്രീം ഉടമ്പടിയുണ്ട്. ഓൺലൈൻ ഉടമ്പടി നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത്, അതിനെല്ലാം കൺകറൻസായി അമ്മ ചെയ്താൽ മതി. അപ്പം നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചോ? നിനക്ക് ഈ രാജ്യത്ത് വരാൻ പറ്റാത്ത അവസ്ഥ, നീ ജയിലിൽ കിടക്കുകയാണ്. നിനക്ക് 5 മിനിറ്റ് പുറത്തിറങ്ങാൻ സംഭവിക്കുന്നുള്ളെങ്കിൽ അവിടെയുള്ള കൂട്ടുകാരനോടാ പോലീസുകാരനോടാ വാങ്ങിച്ചൊരു സാധനം ഇങ്ങനൊരു സാധനം ചെയ്താൽ ദൈവം അതിനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ ദൈവം നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക. ഓൺലൈൻ ഉടമ്പടിയുടെ പവർ എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്നാണ്. കോവിഡ് പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ഹാർവസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത്. കാര്യം എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളവരെ അവർ പറയും, കർത്താവെ ഞങ്ങൾ നാട്ടിലെത്തുമ്പോൾ എന്താണ് എത്താൻ കഴിയണത്, അന്ന് ഞങ്ങൾ നിന്നെ വന്ന് കണ്ടോളാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് അവർ ചെയ്യണത്. അപ്പോഴതിൻ്റെത് സഡനായിട്ടാണ് അതിൻ്റെത്. കാര്യം ഒന്നാമത്തെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന, രണ്ടാമത്തത് ഞാൻ അച്ഛനായ കാലം മുതൽ ഇതുപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ സുവിശേഷ വേല കഷ്ടപ്പെട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെരിറ്റ്, പിന്നെ നടത്തിയ ഉപവാസങ്ങൾ, പിന്നെ ജാഗരണ പ്രാർത്ഥന, പിന്നെ ഈ രോഗിയായിരുന്ന കാലത്ത് ഞാൻ കർത്താവിൻ്റെ വേല തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട്. പീഡാസഹനങ്ങളിൽ അങ്ങനെ ഭയങ്കര സജീവമായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ അത് ഭയങ്കരമാണ്. കാര്യം എൻ്റെ ജന്മത്തെ ഞാൻ ഓർമ്മ വെച്ച കാലം, കർത്താവിനെ അറിഞ്ഞ കാലം മുതൽ ഇപ്പം ഈ നിമിഷം വരെ രോഗങ്ങളും വേദനയും വിട്ടൊഴിഞ്ഞിട്ടില്ല. അതെല്ലാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനെല്ലാം അക്കൗണ്ട് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യും.
അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾക്കത് അത് വഴി നമുക്ക് ക്രിസ്തു നേടിയെടുത്ത മഹത്വത്തിൽ നമുക്ക് അവകാശം കിട്ടുന്ന ഭയങ്കരമായ ഒരു ഇക്കണോമിക്കാണ് ഇതിൻ്റെ അത് വർക്ക് ചെയ്യണത്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഏറ്റവും വലിയ ആഴമായ വില അറിയത്തുള്ളൂ. ചില ആൾക്കാർക്ക് അത് പറഞ്ഞതൊന്നും മനസ്സിലാവത്തില്ല. അത് ക്രിസ്തു രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു ജീവിതത്തിനൊരു പുണ്യം ഉണ്ടാകണം. അതാണ് എനിക്ക് മനസ്സിലായത്. എന്തെങ്കിലും ഒരു ദൈവം ഒന്ന് ചെറുതായിട്ട് തോണ്ടിയ ആൾക്കാർക്ക് മാത്രമേ ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമാണ്. ചുമ്മാ കല്ലായിട്ടിരുന്ന ക്രിസ്തു രഹസ്യം മനസ്സിലാകത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു, അതായത് പ്രിയ ഷൈജുവിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായി. പ്രിയ ഷൈജു വെർച്വൽ ഉടമ്പടിയുടെ ആളാണ്. വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ ഉടമ്പടിക്ക് മുമ്പ് ആൾക്കാരെടുക്കുന്നത് തീർത്ഥാടന ഉടമ്പടിക്ക് മുമ്പ് എടുക്കുന്ന സംഭവമാണ്. അവർ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിക്കും. ഞാൻ സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഈ വെർച്വൽ ഉടമ്പടി കണ്ടുപിടിച്ചത്. അതായത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് പരിഹരിക്കും, ഈശോയോട് പറഞ്ഞ് പരിഹരിക്കും. അതെനിക്ക് കുറച്ച് പരാധീനതകളും പോരായ്മകളും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് എനിക്ക് ആധ്യാത്മിക തടസ്സങ്ങളുണ്ടെങ്കിലും മാതാവ് ജാമ്യം നിൽക്കും. അതാണല്ല, മാതാവിൻ്റെ ജാമ്യമാണല്ലോ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വിഷയമെന്ന് പറയണത്, മര്യാദയ്ക്ക് ഉടമ്പടി ഒരു ബൈബിള് ജീവിച്ചാൽ തന്നെ നമ്മൾ ബ്ലെസ്ഡാണ്. മര്യാദയ്ക്ക് ബൈബിൾ ജീവിച്ചാൽ അപ്പം തന്നെ ബ്ലെസ്സിങ് തുടങ്ങും. പക്ഷെ നമ്മുടെ പരാധീനത കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് പലപ്പോഴും മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് സ്പേസ് ഓഫ് ദി മരിയൻ സ്പേസ് എന്ന് പറയും അതിന്. അവിടെയാണ് മരിയൻ സ്പേസ്. നമ്മൾക്ക് എന്തെങ്കിലും തട്ടുകേടുണ്ട്, കുഴപ്പത്തിലാണ്, നമ്മൾ ആധ്യാത്മികമായിട്ട് കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അമ്മ അവിടെ ജാമ്യക്കാരത്തിയാവും. അതാണ് നമ്മൾ രക്ഷപ്പെടണത്. ഈ മനുഷ്യന്മാരെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണം പിന്നിൽ അമ്മയുടെ ജാമ്യമാണ്. അമ്മ അതിൻ്റെ ജാമ്യം എടുക്കും. കാര്യം വെച്ചാൽ, നീ അനുതപിച്ച് വരുന്നിടത്തോളം കാലം നീ അനുതാപത്തിലേക്ക് വന്ന് കൃപയിൽ നിനക്ക് സ്വന്തം കാലം നിൽക്കും. കൃപയിൽ സ്വന്തം കാലം നിൽക്കുന്നൊരു കാലമുണ്ട് ഉടമ്പടിയിൽ. ആ അമ്മയുടെ പോലും സപ്പോർട്ട് വേണ്ടാതെ നമുക്ക് നിൽക്കുന്നൊരു കാലം ഉണ്ടാവും. ആ കാലം വരെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയണത്. ശ്രുതികട ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രിയ ഷൈജു അവൾക്ക് പെട്ടെന്ന് ഒരു ഈ ഡിസ്ക് ബൾജാവും. ഇങ്ങനെ ഒരു നോർമൽ ഫാമിലിയാണ്. അത്യാവശ്യം കുഞ്ഞ് ചെറിയ ചെറിയ ജോലിയൊക്കെ കൊണ്ട് ചിലവെല്ലാം നിവർത്തിക്കൊണ്ട് പോകുന്ന ഒരു കോമൺ നോർമൽ ഫാമിലിയാണ്. നിങ്ങൾക്കറിയാം, നോർമൽ ഫാമിലിയൊക്കെ ഒരാളിൻ്റെ ജോലി പോയാൽ പിന്നെ എല്ലാം തകിടം മറിയും. അപ്പനുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്, ചെറിയ ജോലികൾ കൊണ്ട് അവരങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു ഏർപ്പാടാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ഡിസ്ക് ബൾജാവും, നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇതെങ്ങനെ ഇത്രയും നാളെ ജീവിച്ചെന്നൊക്കെ ചോദിക്കും. ഡോക്ടർ എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. ഈ ഡിസ്കും വെച്ചോണ്ട്, ഈ നടുവും വെച്ചോണ്ട് എങ്ങനെ ഇവിടം വരെ വന്നു എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം ബെൽറ്റ് ഇട്ട് വിടും. പിന്നെ പണി ചെയ്യാനും പറ്റത്തില്ല, പണിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ മകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ്. കാര്യം ഈ അമ്മയെക്കുറിച്ച് മകൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അവൾ പഠിക്കണ കുട്ടിയാണ്. അമ്മ ഒരുവിധം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ പോലെ ജീവിച്ചിട്ടും ഡിസ്ക് അകന്നു പോയി, നടക്കാൻ പറ്റാത്ത ബെൽറ്റ് ഇട്ടിട്ട് നടക്കേണ്ടി വന്ന്. അപ്പം മകൾ ചോദിക്കും, ഇത്രയും കണ്ട അമ്മ ദൈവമേ എന്ന് പറഞ്ഞ് നടന്നിട്ട് നടുവ് പോയില്ല എന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം അവൾ സങ്കടത്തോടെ അമ്മയോട് ചോദിക്കും, അമ്മ, നമ്മൾ ഇത്രയും ദൈവത്തെ വിളിച്ച്, അല്ല നമ്മളല്ല, അമ്മ
ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അമ്മയ്ക്ക് വന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും. അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അവൾക്ക് അത് ടാലി ആകണില്ല. എല്ലാവരും ദൈവത്തെ വിളിക്കണത് എന്തിനാ? നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറിയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അമ്മയുടെ ക്ലേശം മാറണില്ല. പുതിയ ക്ലേശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവൾക്കത് മനസ്സിലാവണില്ല. അവൾ കൊച്ചല്ലത്, പക്ഷെ അവൾക്കത് മനസ്സിലാവണില്ല. അപ്പം ഞാനും വലുതാകുമ്പോൾ ദൈവത്തെ വിളിക്കാനൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വിളിച്ച ആളിൻ്റെ അവസ്ഥ ഇതല്ലേ. അതാണ് പ്രശ്നം. വിളിച്ച ആളിൻ്റെ അവസ്ഥ ഇതല്ലേ. ഇപ്പം ഞാൻ കൂടി വിളിച്ചിട്ട് എൻ്റെ നടുകൂടി പോകണമെന്നാണ് അവൾ ചോദിക്കണത്. ഞാനും കൂടി വിളിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ നടുവും കൂടി പോകണത്. അപ്പോൾ ഈ അമ്മ മകളോട് പറയും, മോളെ അതേ നമ്മളെ ദൈവം അഗ്നിശോധന ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഉലയിലിട്ട് കഴിഞ്ഞാൽ അത് തിളങ്ങും. അങ്ങനെ നമ്മുടെ കറകൾ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലായില്ല. എന്നിട്ട് അവൾ ഈ കറ കളഞ്ഞിട്ട് ഇത് എന്തിനാണെന്നുള്ളതാണ്, ഇത് പണയം വെക്കാൻ പോണോ വിൽക്കാൻ പോണോ എന്നുള്ള അവൾ ചിന്തിക്കണത്. ഇനി നമ്മൾ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അതിനകത്ത് നമുക്ക് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നടുവിലല്ല. ഇപ്പോൾ കൊച്ചു ചിന്തിക്കണ ആ രീതിയിലാണ്. അവളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാകും. നമ്മൾ സ്വർണ്ണമാണെന്നും ദൈവം ഈ സഹനത്തിൻ്റെ തീയിലിട്ടുകൊണ്ട് നമ്മളെ ഉരുക്കി നമ്മളെ ജ്വലിപ്പിച്ച് കറകളഞ്ഞെടുക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ദൈവരഹസ്യം കൊച്ചിന് മനസ്സിലാവത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി കൃപ വേണമെന്ന് പറയണത്. അമ്മയ്ക്ക് ഒരേ സാധനം തന്നെ, ഒരേ സത്യം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, കൊച്ചിന് മനസ്സിലായില്ല. ഇതാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പ്രത്യേക കൃപ വേണമെന്ന് പറയണത്. ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞുള്ള അമ്മയ്ക്ക് മനസ്സിലായി, വിദ്യാഭ്യാസമുള്ള മകൾക്ക് ക്രിസ്തുവിനെ മനസ്സിലായില്ല. അപ്പം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു കൃപ വേണം. കൃപയ്ക്ക് ബൈബിൾ പറയണത് ആകർഷണമെന്നാണ്. നിങ്ങൾക്കൊരു ആകർഷണമില്ലേ? ഇപ്പം അതായത് നമുക്ക് നോക്കാം, അതായത് യോഹന്നാൻ 6:44 എടുത്ത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴ വരെ വണ്ടി കയറി വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ നാളെ പോകാം, മറ്റന്നാൾ പോകാം, മഴ മാറട്ടെ, മഴക്കാലം മാറട്ടെ, അങ്ങനെ പല ഇടാകൂടങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോഴും ചില ആൾക്കാർ ഒന്നും മാറ്റി വെക്കാതെ കണ്ണും പൂട്ടി വരും. ഇതാണ് ആകർഷണം എന്ന് പറയണത്. പിടിയിട്ടില്ലേ? അതെന്താ പറയുക? അത് 6:44 ഒരിക്കൽ യോഹന്നാൻ 6:44 എടുത്ത്, എന്നെ അയച്ച പിതാവ്, ഒന്ന് പറഞ്ഞേ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല. ഈ ആകർഷിപ്പിന് ഇപ്പം നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ആകർഷിച്ചതിൻ്റെ പേരിലാണ് നിങ്ങൾ വന്നിരിക്കണത് അല്ലേ? ഈ ആകർഷിപ്പിനെയാണ് പ്രഥമ കൃപയെന്ന് പറയണത്, ബേസിക് ഗ്രേസ് എന്ന് പറയുന്നതിനാ. ഈ ബേസിക് ഗ്രേസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ബേസിക്സ് ഇല്ലേ? ഒരു വീട് കെട്ടണമെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ ഇല്ലേ? ഫൗണ്ടേഷൻ ഗ്രേസ്. ഇപ്പം നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്കുണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ടല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. കൃപയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ആകർഷിപ്പാണ്. വൺസ് നിങ്ങൾ ആകർഷിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനായി, എന്താ അടിത്തറയായി. ഇനി കെട്ടിപ്പൊക്കണത് മാതാവ് കെട്ടിപ്പൊക്കിക്കൊള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാര്യം വീടിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ 1/3 ഫൗണ്ടേഷൻ പോകും ചില സമയത്ത്. അതാണ് പ്രശ്നം. ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ മൊത്തം ശരിയാകാതെ വരും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടം വരെ എത്തിവിടുമ്പോൾ തന്നെ 33% ഗ്രേസായി, 33% കാര്യങ്ങൾ തീരുമാനമായി. അത് ദൈവത്തോട് അതുകൊണ്ട് നന്ദി പറയണം. പ്രാർത്ഥിച്ച ദൈവമേ ഞങ്ങൾക്ക് ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ സന്നിധാനത്തിൽ എത്തിപ്പെടാൻ ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. 1 പത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യം. അഗ്നിശോധനയെ അതിജീവിക്കുന്ന
നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. Praise the Lord. Praise the Lord. പ്രിയ മകളോട് പറയും, മകളെന്താ പറയുന്നത്? നമ്മൾ ഇത്രയും അമ്മ ഇത്രയും ദൈവത്തോട് അടുത്തിട്ടും അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ മുടന്തി നടക്കുന്നത്, ഇതുപോലെ ക്ലേശങ്ങൾ വരണതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ മകളോട് പറയുന്ന മറുപടി എന്താണ്? നമ്മളെ അഗ്നിശോധന ചെയ്യുകയാണ്. അഗ്നിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറകൾ പോകും, വിശുദ്ധീകരണമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ആ വചനം മകൾക്ക് മനസ്സിലാകണില്ല. ഈ മനസ്സിലാകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ, എന്തുകൊണ്ട് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്താണ്? അവൾക്ക് ആകർഷിപ്പില്ല. യോഹന്നാൻ 6:44 എന്താണ്? ക്രിസ്തുവിനെ മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾക്കറിയാവില്ല, ക്രിസ്തുവിനെ ഞാൻ മസിൽ പിടിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കിയേക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഭയങ്കര ബുദ്ധിമാന്മാരെക്കാൾ എളിയവർക്ക് ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യും. അതെന്തിന്? ആകർഷിപ്പിൻ്റെ പേരില്ല. ദൈവം അതിനുള്ള വരം കൊടുക്കും, ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള വരം കൊടുക്കും. ഇപ്പം ഈ പ്രിയക്ക് ആ വരമുണ്ട്, അമ്മയ്ക്ക് ആ വരമുണ്ട്. അതുകൊണ്ട് ഈ ക്ലേശങ്ങൾ പോലും അവളെ അധികം അലട്ടണില്ല. അവളീ 1:10 പറഞ്ഞിരിക്കുന്ന പോലെ നശ്വരമായ സ്വർണത്തെക്കാൾ നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം. നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസം, നിനക്കിപ്പോൾ ഉള്ള വിശ്വാസം, അതിന് വിലയുള്ളതാണോ വില കുറഞ്ഞതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അതിന് വില ഉള്ളതാണോ വില കുറഞ്ഞതാണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? പരീക്ഷകളെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം വിലയുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷ കഴിയാത്ത ഒരു സാധനവും, ഇപ്പം പ്രിയയുടെ മകളുടെ വിശ്വാസം ഉണ്ട് അവൾക്ക്, പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അതിനൊന്നും ഇപ്പോൾ പരീക്ഷിക്കത്തില്ല, അപ്പം തന്നെ ചത്തുപോകുന്ന അറിയാൻ തീയതിന്. അതിനൊക്കെ ഇപ്പോൾ പരീക്ഷിക്കത്തില്ല. പരീക്ഷിക്കണമെങ്കിൽ ഒരു മിനിമം ഹാജറില്ലാത്ത ആൾക്കാർക്ക് പരീക്ഷ ഇടുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു മിനിമം ഹാജറില്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഇരുത്തത്തില്ല. അതുപോലെ നിനക്കൊരു പരീക്ഷ വേണമെങ്കിൽ കർത്താവിൻ്റെ അടുത്തൊരു മിനിമം ഹാജർ നിനക്ക് വേണം. അമ്മയ്ക്കതുണ്ട്. അവളുടെ വിശ്വാസം വിലയുള്ളതാണ്. വിശ്വാസം നമുക്കുണ്ടാകാം, പക്ഷേ വില എന്തുണ്ട്? അത് യൂറോയാണോ, അതാ ഡോളറാണോ, അല്ല രൂപയാണോ? മൂല്യം $1 ഒരു യൂറോ ഉണ്ട്, ഒരു രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന് ക്രയശേഷി ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ വിശ്വാസത്തിൻ്റെ ക്രയശേഷി എന്ന് പറയുന്നത്, നിനക്കൊരു വിശ്വാസമുണ്ട്, അതിന് ക്രയശേഷി ഉണ്ടോ? അത് കൊടുത്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ മാത്രം നിങ്ങളുടെ വിശ്വാസം വിലയുള്ളതാണോ എന്നറിയാൻ എന്താ മാർഗം? ഇത് ക്ലേശങ്ങളിലൂടെ ആർക്ക് കടന്നു പോകാം. പക്ഷെ നീ വിശ്വാസിയാകുമ്പോഴേ നീ വിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിനക്ക് പോകാം. എന്താണത്? നിനക്ക് മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ട ആൾ ഉത്ഥാനം ചെയ്തിട്ടുണ്ട്. അതാണ് നിൻ്റെ ഒരു പിടിപ്പെന്ന് പറയണത്. ഒരു പിടിപ്പില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കഴിവില്ലാത്ത മനുഷ്യനാണെന്നാണ്. ക്രിസ്തുവിൻ്റെ കഴിവെന്താണ്? നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവനെ ദൈവമെന്ന് വിളിച്ച് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നദരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ ദൈവം അവനെ മരിച്ചോർന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴേ അവൻ നേടിയെടുത്ത കൃപ, രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഒരു ഉത്തരവാദിത്തമാണ്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, കേവല വിശ്വാസമായിരിക്കും. അതിനെ വിലവെപ്പിച്ചെടുക്കണം എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ ഉടമ്പടി തേലം തേക്കുന്നു, ചെറുതായിട്ടും തേച്ചാൽ മതി, അപ്പം തന്നെ ഹാർട്ട് അസുഖം മാറും. പക്ഷേ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പം തേക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. എന്താ കാര്യം? നിൻ്റെ സഹനം ഇനിയും നീട്ടി തന്നിട്ടുണ്ട്. എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്.
പക്ഷേ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം, എൻ്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും. എന്നോട് പറയും, നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ്. നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പീഡാസഹനം പങ്കെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴെങ്കിലും ഞാൻ മാറ്റത്തില്ല. കാര്യം സഹനമാണ് ബലമെന്ന് പറയണത്, ക്രിസ്തുവിൻ്റെ ബലം. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം? കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം. പക്ഷികൾക്ക് എന്താ ബലം? ആകാശമാണ് ബലം. അതുപോലെ തന്നെ മത്സ്യത്തിന് എന്താ ബലം? ജലമാണ് ബലം. ഒരു വിശ്വാസിക്ക് എന്താ ബലം? സഹനമാണ് ബലം. കൈയടിച്ച് കർത്താൻ ആകപ്പാടെ ഒരു വല്ലാത്ത ഒരു അലൈൻമെൻ്റ് എല്ലാം തെറ്റിപ്പോയി. നടുവ് പോയപ്പോഴേ, പ്രിയയുടെ നടുവ് പോയപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ വന്ന്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ വന്ന്, കടക്കാർക്ക് സമയത്ത് അവർ പറയുന്ന കടങ്ങൾക്ക് പരിഹരിക്കാൻ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്ന്, എല്ലാം താറുമാറായി താളം തെറ്റിപ്പോവും. ചിലക്കൊരു പാണം കുരിശ് വന്നാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. അവരെന്താണ്? അതിജീവിച്ച് വിലയുള്ള വിശ്വാസത്തിലേക്ക് വന്നവർ. അഗ്നിശോധനയെ അതിജീവിച്ച് വിലയുള്ള വിശ്വാസമാണ്. കാര്യം നിസ്സാര കാര്യത്തിന് അവൾ തൊടാൻ പറ്റത്തില്ല. അവർ ജീവിതത്തെ ജയിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമതാ, നമ്മൾ ജീവിതത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും. കൈയടിച്ച് കർത്താൻ. നമ്മുടെ സബ്ജക്റ്റ് എന്താ? വെർച്വൽ കവനൻ്റാണ് നമ്മുടെ സബ്ജക്റ്റ്. വെർച്വൽ ഉടമ്പടി എന്ന് വെച്ചാൽ പിൽഗ്രിം ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടിയല്ല. എന്താണ് ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കൃപാസനത്തിൽ വരാൻ വേണ്ടി ഈ പ്രിയ തീരുമാനിക്കും, പക്ഷെ വരാനുള്ള പാങ്ങില്ല, സമയമൊക്കണില്ല. ചിലപ്പോൾ സാമ്പത്തിക വിഷയമായിരിക്കാം. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. ഉടമ്പടിയെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഈ ഏകലവ്യനെ പോലെ അസ്ത്രവിദ്യ പഠിക്കും. അതാണ് ഏകലവ്യൻ ഗുരുവില്ലാതെ പഠിക്കും. ഗുരുവില്ലാതെ അസ്ത്രവിദ്യ പഠിച്ചിട്ട് അല്ല ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ചോദിക്കണത് കൈ മുറിച്ചോണ്ട് പോകാൻ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇവളെ ഉടമ്പടി പാലിച്ച് ജീവിക്കും. ഇവിടെ വന്നിട്ടില്ല, ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അറിയത്തില്ല, വെർച്വൽ ഉടമ്പടി. എന്നാൽ ദൈവമായിട്ട് ഈ സഹനത്തിൻ്റെ കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വചനം വായിക്കും, പറ്റുന്നവരൊക്കെ സഹായിക്കും, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നോക്കിയെടുത്തിട്ട് തന്നെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ വീട്ടിലെ കഷ്ടപ്പാടും അമ്മയുടെ പ്രാർത്ഥനയും കണ്ടപ്പോഴാണ് മകൾ ചോദിച്ചത്, ഇത്രയൊക്കെ പ്രാർത്ഥിക്കണം അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചോദിക്കണത്. അവൾക്കത് പിടികിട്ടിട്ടില്ല, ടാലിയാകണില്ല. അനുഭവങ്ങളും ആത്മീയതയും തമ്മിൽ ടാലിയാകാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ മകളെ ഉത്ബോധിപ്പിക്കും, പക്ഷെ മകൾക്കതൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് വെർച്വൽ ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ വെർച്വൽ ഉടമ്പടിക്ക് ഒരു സംഭവം നടക്കും. എന്താ, വെർച്വൽ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് ആ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകുമല്ലോ. അപ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം കൊടുക്കും. പറഞ്ഞു, നീ എന്നാണ് കൃപാസനത്തിൽ വരുന്നത് അന്ന് മുതൽ ഞാൻ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറയും. ആ ഒരു ആന്തരിക ബോധ്യം കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രിയ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് ആ വരണ സമയത്ത് ഇവിടെ ഇതിൻ്റെ സമയമാകും, അർത്ഥങ്കിലേക്ക് നടന്നു പോണ റാലിയുടെ സമയമാകും. അപ്പോൾ പറയും, മാതാവേ ഞാനീ നടുവും വെച്ചോണ്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടുവും വെച്ചോണ്ട് എങ്ങനെ നടക്കണം, വീട്ടിൽ തന്നെ എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോഴും മാതാവ് പറയും, നീ നടന്നിട്ടല്ലേ ബാക്കി കാര്യം പറയണമെന്ന് ചോദിക്കും. ഇവിടെ നടക്കാൻ അത് രണ്ടും കൽപ്പിച്ച് റാലിക്ക് വരും. റാലിക്ക് വന്ന് നടക്കണ സമയത്ത് മാതാവ് പറയും, ബെൽറ്റ് ഊരി കളടി എന്ന് പറയും. ഉടനെ ആ സെക്കൻഡിൽ മുമ്പും പുറകും നോക്കാതെ ഇവൾ നടുവിൻ്റെ ബെൽറ്റ് എടുത്ത് ഊരി കളഞ്ഞിട്ട് നടക്കാൻ തുടങ്ങും. അത് അർത്ഥെങ്കിൽ അവരെ അങ്ങ് നടക്കും. ഇതാണ് വെർച്വൽ ഉടമ്പടി. അപ്പം നമ്മൾ നേരത്തെ ചെയ്യണ കാര്യങ്ങൾ വിശ്വാസിച്ച് ചെയ്യുമ്പോൾ
ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം ഇങ്ങനെ അതിങ്ങനെ കുറിച്ച് കുറിച്ച് വെക്കണ പോലെയാണ്. എന്നിട്ട് എന്താണ്, ആന്തരിക ബോധ്യം നൽകും. അപ്പോഴേ അവളൊരു പ്രാവശ്യം മകളോട് പറയുവേ, അപ്പോൾ ഇവളുടെ പഠനം ശരിയാകുന്നില്ല. ഇവൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവൾക്ക് പഠനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പഠിക്കുന്ന അനുസരിച്ച് മാർക്ക് വീഴുന്നില്ല. വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കൊണ്ടാണ് പഠിക്കുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ചിട്ട് ആൻസർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കില്ല. അപ്പോൾ ഉടനെ മകള് വിശ്വാസമില്ലാതെ, അമ്മയുടെ വിശ്വാസം ഉണ്ടെങ്കിലും മകൾക്ക് വിശ്വാസമില്ലെന്ന് പ്രിയക്ക് മനസ്സിലായിട്ട് മാതാവിനോട് പറയും, മാതാവേ ഇവക്ക് വിശ്വാസം കൊടുക്കണം, എന്തെങ്കിലും നീ ചെയ്യണം. എനിക്ക് നടുവില്ലെങ്കിലും, സുഖപ്പെട്ടതിന് മുമ്പുള്ള ഡയലോഗാണിത്, എനിക്ക് നടുവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്കറിയാമല്ലോ, പക്ഷേ എൻ്റെ മകൾ വിശ്വസിക്കത്തില്ല, അവൾക്ക് എന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന് പറയും. ഉടനെ മാതാവ് 50 എഴുതി കാണിക്കും. ഉടനെ മകളോട് പറയും, നിനക്ക് 60-ൽ 50 മാർക്ക് കിട്ടും. ഉടനെ വിളിച്ച് ഇരിക്കും. കാര്യം 40 പോലും കിട്ടാനുള്ള സാധ്യത അവൾക്കില്ല, കിട്ടിയ ചരിത്രവും ഇല്ല. പക്ഷേ എൻ്റെ പരീക്ഷ എഴുതും, പരീക്ഷ കുളമായിപ്പോയി. റിസൾട്ട് നോക്കാൻ നേരിട്ട് പോകുമ്പോൾ ഇവളിങ്ങനെ വിശ്വസിക്കണില്ലെങ്കിലും അമ്മയുടെ വാക്കിൽ ഇവൾക്ക് വിശ്വാസമുണ്ട്. അമ്മ പറഞ്ഞല്ല 50 ഞാൻ റിസൾട്ട് നോക്കാൻ പോകണ കേട്ടാന്ന് പറയും. റിസൾട്ട് നോക്കാൻ പോയപ്പോൾ അവിടെ 50 മാർക്ക്. അപ്പോൾ ഇവൾക്ക് സംശയമായി, എൻ്റെ പരീക്ഷ പൊട്ടയിടുന്നല്ല, എനിക്ക് 50 മാർക്ക് കിട്ടാൻ പോകണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴേ അമ്മ പറയും, നിനക്ക് ഇതിനേക്കാൾ വലിയ മാർക്ക് തരാമെന്ന് മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇപ്പം എന്നാ സംഭവിച്ചു, +2 റിസൾട്ട് വന്നപ്പോൾ 600-ൽ 600. ഇതെന്ന് പറയുന്നത് വിലയുള്ള വിശ്വാസത്തിൻ്റെ വിലയാണത്. പഠനത്തിൽ തകർന്ന മകൾക്ക് അവളുടെ മെറിറ്റിലല്ലാതെ അവളെ ഈ മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാമോ? പ്രിയ അമ്മ മാതാവിനോട് പറയും, മാതാവേ അവൾ വിശ്വസിക്കണം. ഇപ്പം അവൾക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും, അത് നിനക്കറിയാമല്ലോ. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, അവൾ കൂടി വിശ്വസിക്കണം, അതാ വിഷയം. അപ്പോൾ അവൾ കൂടി വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയും, അത് പക്ഷേ പ്രിയയെപ്പോലെ എല്ലാവരും പറഞ്ഞാൽ ഏക്കത്തില്ല. എന്താ കാര്യം? ഈ ഇല്ലാത്ത നടുവും വെച്ചുകൊണ്ട് ആണ് അവൾ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 1:7 എന്താ പറയണത്? അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തെക്കാളും വിലയുള്ളതാണ്. അപ്പം പ്രിയയുടെ വിശ്വാസം ശോധന ചെയ്യപ്പെട്ട വിശ്വാസമായത് കാരണം വില പേശാൻ പറ്റിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇൻട്രാക്ഷൻ ലെവലിൽ വരണത്, കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരണത്. ഉടമ്പടി ഏറ്റവും വലിയ സംഭവം വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങളെ എപ്പോഴും ഉടമ്പടി നിങ്ങൾ കറക്റ്റായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കും. കമ്മ്യൂണിക്കേഷൻ അറിയാമല്ല, മാതാവ് സംസാരിക്കും, ഉള്ളിൽ ബോധങ്ങൾ തരും. ഉള്ളിൽ ബോധങ്ങൾ തരും. ഇനി ബോധങ്ങൾ തരാതെ തന്നെ സ്വപ്നങ്ങളുണ്ടാവും. സ്വപ്നങ്ങൾ കാര്യം ഒരു ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ ബൈബിൾ കാലം കഴിഞ്ഞാൽ, ബൈബിൾ കാലം സ്വപ്നങ്ങളുടെ കാലമാണ്. പക്ഷേ ബൈബിൾ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ നടന്നിരിക്കുന്ന ഉടമ്പടിയിലാണ്. അതിങ്ങനെ നോക്കിയാൽ മതി. എല്ലാ സാക്ഷ്യം നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവും. ഇപ്പോൾ വിൻസിയുടെ സാക്ഷ്യം എന്താ? വിൻസിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, കോയമ്പത്തൂരുകാരത്തിയാണ്. മലയാളം തമിഴും കൂടി ചേർത്താണ് ഇവിടെ സാക്ഷ്യം ഇന്നലെ പറഞ്ഞിരിക്കണത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ അപ്പൻ ഒരാൾ ജോലി പോകണ്ടേ, അവർക്ക് ഒറ്റമുറിയായിട്ടുള്ള ഒരു വീടാണ് ഉള്ളത്. അതിനകത്ത് കട്ടിലിട്ട് കിടക്കേണ്ട അപ്പനുണ്ട്, അമ്മയുണ്ട്, മകളുണ്ട്. അപ്പന് ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് ഉള്ളത്. അതുകൊണ്ട് കുടുംബം പോറ്റണം. ലോണ് ചോദിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് വീട് വെക്കാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും ഇടമില്ല. ഇതാണ് ഇവരുടെ സങ്കടം. അപ്പം അങ്ങനെ സങ്കടത്തിൻ്റെ കാലത്ത് ഇവർക്ക് ഒരു പത്രം കിട്ടും. പത്രം കിട്ടിക്കഴിയുമ്പോൾ
അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടേ, കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഈ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. 2-3 ദിവസത്തെ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചർ മുടക്കി മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ്. മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അമ്മ സ്വപ്നമൊന്നും കണ്ടില്ല, സ്വപ്നത്തിലേ ഉള്ളൂ, വലിയ കഥകളൊന്നുമില്ല. ഒരു 4 നമ്പർ 4 ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും സ്വപ്നത്തിൽ നമ്പർ 4 എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം മകളോട് അമ്മ പറയും, വിൻസിയോട് അമ്മ പറയും, ഞാൻ ഇന്നലെ 4 എന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കേണ്ട സ്വപ്നം കണ്ടെന്ന് പറയും. എന്നാ 4 എന്നറിയാൻ വേണ്ടാവും. പക്ഷേ അന്ന് മുതൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ പെട്ടെന്ന് ഈ അപ്പന് ഒരു ബോധത ഉണ്ടാകും. എന്താണ്? അപ്പന് പണ്ട് ധൈര്യമില്ല. ഞാൻ ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ്, ലോൺ എടുത്താൽ നമുക്ക് കിട്ടുമോ, ലോൺ കിട്ടുമോ, കിട്ടിയാൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ. അതുകൊണ്ട് മനസ്സിന് ധൈര്യമില്ലാതെ ഇപ്പം നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ 30-40 വയസ്സിനുള്ളിൽ ചെയ്യാൻ. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന 40 വയസ്സിൻ്റെ ശേഷം അപൂർവം പേരെ റിസ്ക് എടുക്കത്തുള്ളൂ. അങ്ങോട്ട് പ്രായമാകുന്നവർക്ക് റിസ്ക് കുറഞ്ഞ് എടുക്കത്തുള്ളൂ. നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും പ്രായമായി കഴിഞ്ഞാൽ ചെയ്യത്തില്ലല്ലേ, ആൾക്കാരും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിടിച്ച് ചെയ്യത്തുള്ളൂ. ചെറുപ്പക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു ഡിഫൻസ് വരും അവിടെ. അപ്പം അങ്ങനെ ഉണ്ടാകൊണ്ട് ഈ എങ്ങനെ ആര് തിരിച്ചടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തോടുകൂടി മാതാവ് ആദ്യം ചെയ്തത് ഈ പേടി എടുത്ത് മാറ്റി. അപ്പനുടനെ പറഞ്ഞു, എടി നമുക്ക് ലോൺ എടുക്കാം, എടി കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇത്രയും നാൾ 10-12 കൊല്ലമായിട്ട് ലോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യന് ഉടമ്പടി എടുത്തപ്പോൾ മനസ്സ് മാറി. അവർ അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്ത് ലോൺ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി. നിങ്ങൾക്കറിയാമല്ലേ, മരിയൻ ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡായിരിക്കും, ഭയങ്കര ആരും തടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഐസയാർ വായിക്കണ പോലെയാണ്. ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല, തുറന്ന വാതിലാരും അടക്കത്തുമില്ല. മനുഷ്യൻ്റെ കഴിവ് അവിടെ വരത്തില്ല. സ്വാഭാവികമായ സ്പീഡിൽ നിന്ന് ഇത് സാധാരണ ഇതിന് വേണ്ട ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ മാറും. അവർക്കൊരു സ്ഥലം ഒരു കാട്ടുപ്രദേശത്തുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ സ്ഥലം വെട്ടി വെളുപ്പിക്കുമ്പോൾ അത് അളന്ന് അതിൻ്റെ ലോൺ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എഴുതുകയും അളവും ഒക്കെ എടുക്കണ്ടേ. അളന്നപ്പോൾ അത് 4 സെൻറ്റാണ്. അപ്പോൾ സ്വപ്നത്തിൽ ആദ്യത്തെ 4 കറക്റ്റായി. പതുക്കെ വരികയാണേ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് മാതാവാണെന്ന് അയച്ചുകൊണ്ടിരിക്കണമെന്ന്. എന്നിട്ട് അപ്പോൾ 4 സെൻറ്റായി. ഇനി വരണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം പഞ്ചായത്ത് വാർഡെന്ന് പറയണത് വീരപാണ്ഡ്യൻ, ഈ കട്ടബൊമ്മൻ എന്നൊക്കെ പറയുന്ന അവരുടെ പേരുകളാണ്. വീരപാണ്ഡ്യൻ പഞ്ചായത്തിൻ്റെ വാർഡാണ് 4-ാം വാർഡ്. അപ്പം 4-ാം വാർഡിൽ 4 സെൻറ്റ് സ്ഥലം, അതാണ് ഈ 4 എന്ന് കാണിക്കണത്. അപ്പോൾ 2-4 വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മാതാവ് ഈ വിഷയം തന്നെയാണ് സ്വപ്നത്തിൽ കാണിച്ചിരിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻ്റ് എന്ന് പറയണത് ഭയങ്കര 15 ദിവസത്തിനുള്ളിലാണ് അവരുടെ സ്കെച്ചും പ്ലാനും. 1 കൊല്ലമായിട്ട് പോലും ആ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാകാത്ത ആൾക്കാരുണ്ട്. ഇവർക്ക് വെറും 15 ദിവസത്തിനുള്ളിൽ പ്ലാൻ പാസ്സായി കിട്ടും. അതേ മാതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നടന്നിട്ട് ഇതെല്ലാം ചെയ്ത് പെടാന്ന് നടക്കും. അവർ 1 കൊല്ലത്തിനുള്ളിൽ വീട് വെച്ച് അതിനകത്ത് കയറി താമസിക്കും. പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കും. എന്തൊരു സ്പീഡാണ് ശരിക്കും. പ്രാർത്ഥിക്കാൻ 3 മുറിയും വലിയൊരു ഹോളുമാണ്. നീ ലാവിഷായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ആഴ്ചത്തെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയണത്
രജി ചേച്ചിയുടെ സാക്ഷ്യമാണ്. അവർ ഇടുക്കിയിലാണ്. റെജി തോമസിൻ്റെ സാക്ഷ്യം ഇതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സാക്ഷ്യമാണ്. നിങ്ങളെപ്പോഴും എൻ്റെ സബ്ജക്റ്റ് എന്താ? നിങ്ങൾക്ക് സൂക്ഷ്മത വേണമെന്നാണ് എൻ്റെ സബ്ജക്റ്റ്. ഉടമ്പടിയും സൂക്ഷ്മതയും, ജാഗ്രതയല്ല. വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഗ്രതയേക്കാളുപരി പ്രസൻറ്റ് കണ്ടീഷനിൽ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ, അതാണ് സൂക്ഷ്മതയെന്ന് പറയണത്. വർത്തമാനകാല ശ്രദ്ധയ്ക്കാണ് ഉടമ്പടിയിൽ സൂക്ഷ്മതയെന്ന് പറയണത്. ഇപ്പം അവർ ആ നാലിലൂടെ ആ ഒരൊറ്റ നമ്പരേ ഉള്ളൂ. നമ്പറിലൂടെയാണ് ആ മൊത്തം 1.5 കൊല്ലം കൊണ്ട് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെല്ലാം കാണിക്കുന്നത്. 4 എന്നൊരക്കത്തിലൂടെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ചേട്ടത്തിക്ക് അത് കമ്മ്യൂണിക്കേറ്റഡായി. ആദ്യം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടില്ല. അത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, മാതാവിൻ്റെ ലൈൻ എന്താണെന്ന് മനസ്സിലായി. ഇതൊരു രജി ചേച്ചിയുടേതും കമ്മ്യൂണിക്കേഷൻ്റെതാണ്. ഉടമ്പടി കവനൻ്റാണ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഉടമ്പടി കാലമാകുമ്പോഴേ പഴയതുപോലെ ഇങ്ങനെ വായി നോക്കികളായിട്ട് നടക്കരുത്. ഉടമ്പടി കാലമാകുമ്പോൾ എന്ത് സംഭവിച്ചാലും ശ്രദ്ധിക്കണം. എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ നിങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനായിരിക്കും അത്. ആ സംഭവങ്ങളിലൂടെ നിങ്ങൾ എന്ത് സംഭവിക്കണ എല്ലാത്തിനതും ഉണ്ടാകുമോ എന്നറിയത്തില്ല. പക്ഷേ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആര് വന്നാലും ആര് പോയാലും ഒരു ഫോൺ കോൾ പോലും ശ്രദ്ധിക്കണം. കാരണം കമ്മ്യൂണിക്കേഷൻ ഏത് വഴി ദൈവം ഏത് ഭൗതികമായ സാഹചര്യങ്ങളെയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇപ്പോൾ രജി ചേച്ചിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾക്ക് കാനഡയിൽ പോയി പഠിക്കണം, വിദേശത്ത് പഠിക്കണം. അവിടെ കയ്യിൽ 5 പൈസ ഇല്ല. അവരുടെ കയ്യിലുള്ള ആകെപ്പാട് അവിടെ ഉടമ്പടി ചെയ്തിരിക്കുന്നത് മകൾക്ക് വിദേശ ജോലി വേണം, അതിന് 10-20 ലക്ഷം രൂപ വേണം. ആ ലക്ഷം രൂപയ്ക്ക് അവർ കണ്ടിരിക്കുന്ന വാഗ് കാട് പിടിച്ച് കിടക്കണ ഒരു പുരയിടമാണ്. ആ പുരയിടം ഇടുക്കിയിലാണ് സ്ഥലം. അപ്പം മല അടിവാരത്തായിരിക്കുമല്ലോ, അത് കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ പുരയിടം വിൽക്കണം. അപ്പോൾ കാട് പിടിച്ച് കിടക്കണ കാരണം വിൽക്കാനും ചിലപ്പോൾ സമയത്ത് പാടായിരിക്കും. ഇപ്പം കൃഷിയൊക്കെ കുറച്ച് നഷ്ടത്തിലൊക്കെ പോണ കാരണം ചില സമയത്ത് അതിനൊരു മടുപ്പ് തോന്നുന്നത് ശരിക്കും. അപ്പോൾ അതൊരു മെരിറ്റ് കുറവാണ്. മെരിറ്റില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവം? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഉടമ്പടിയുടെ പ്രഖ്യാപിതമായ ഒരു ഓപ്പറേഷൻ ഫോർമുല. അതാണ് അത് ബൈബിളിൻ്റെ മൊത്തം ഓപ്പറേഷൻ ഫോർമുല അങ്ങനെയാണ്. അപ്പോൾ മെരിറ്റ് പോയാലാണ് നമ്മൾ ഉടമ്പടി എടുക്കേണ്ടി വരുന്നത്. ഗ്രേസിന് വേണ്ടിയാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. ആ ഗ്രേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി, ഗ്രേസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉടമ്പടിയിൽ കുറേ ഇവാഞ്ചലൈസേഷൻ, ഗ്രേസ് കിട്ടാൻ പറ്റിയ കുറേ അധികം ഫോർമുലയുണ്ട്. അതെല്ലാം നമുക്കിതൊക്കെ ചെയ്തെന്നും പറഞ്ഞതൊക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം മരിയൻ മീഡിയേഷനിലാക്കും നമ്മൾ. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ആൾക്കാർ സാക്ഷ്യപ്പെടാൻ എന്തിനാണ്? എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അങ്ങനെ അതാണ് സംഭവം. ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. ആൾക്കാർ ചെയ്യുന്ന എല്ലാവിധ വർക്കുകളും അതിൻ്റെ പിന്നിൽ ഇവർ വെക്കണ ഇൻറ്റൻഷൻ എന്താണ്? അത് അവർ പറഞ്ഞു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ. അത് വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അതിവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നവരെ സാക്ഷ്യം പറഞ്ഞ് പരത്തിയ അനുഭവ കഥകളാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെന്ന് പറയുന്നത്. അതൊക്കെ ഈ പെട്രോളിന് തീ പിടിക്കുന്ന പോലെ ഉടനെ ഈ ഉടമ്പടിക്ക് തീ പിടിക്കും. കാര്യം എന്താണ്? ഉടമ്പടി, കൃപാസനത്തിലെ ഉടമ്പടി എന്ന് പറയണത്, അതിൻ്റെ മുഴുവൻ ഇന്ധനം എന്ന് പറയണത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. ഈ പ്രത്യക്ഷീകരണത്തെ ആര് സാക്ഷിയാകാൻ വേണ്ടി ചോദിച്ചാലും അവിടെ അലോട്ട്മെൻറ്റ്, ഗ്രേസ് അലോട്ട്മെൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മർമ്മം അറിഞ്ഞ് വേണം നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ. അച്ഛൻ പറഞ്ഞ് പത്രം കൊടുക്കാൻ, അച്ഛൻ പറഞ്ഞ് കൊച്ചി പോകാൻ, ഞാൻ കൊച്ചി പോകുമെന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഈ സാധനത്തിന് അക്കൗണ്ടബിൾ ആക്കണം. അക്കൗണ്ട് ആക്കണം ഏത് ഹെഡിങ്ങിലാണ്? മരിയൻ പാരിഷ് ഹെഡിങ്ങിൽ അക്കൗണ്ട് ആക്കാൻ പറ്റത്തുള്ളൂ. വല്ല ഹെഡിങ്ങിലാക്കിയിട്ട് കാര്യമില്ല. മരിയൻ കൃപാസനത്തിൽ 2004 ഡിസംബർ 7 നടന്ന സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ പടയാളിയായി ഞാൻ മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് നമ്മൾ ഹരിശ്രീ കുറിക്കേണ്ടത്, അല്ലെങ്കിൽ മിശിക തുണയ്ക്കുക എന്ന് കുറിക്കേണ്ടത്, ആദ്യാക്ഷരം ചെയ്യേണ്ടത്. ആദ്യാക്ഷരം കുറിക്കേണ്ടത് അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൈയടിച്ച് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചൈതന്യം നിന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, 38 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കരൾ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ കിഡ്നി രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. നിന്റെ ടോൺസിൽ രോഗങ്ങൾ കർത്താവ് ഈ നിമിഷം സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. നിന്റെ കോശങ്ങൾ, കശേരികൾ കർത്താവ് സ്പർശിക്കട്ടെ. നടുവേദനകൾ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്റെ തൊണ്ടവേദനകൾ, ടോൺസിൻ്റെ അസുഖങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, നിന്റെ കരൾ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ആമാശയ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഓരോ കോശങ്ങളിലും ഓരോ പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. വാതരോഗങ്ങൾ, വെരിക്കോസ് അസുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ, അസ്ഥിരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ആന്തരിക അവയവ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ മക്കളുടെ സന്തോഷമായിരിക്കാൻ കർത്താവ് പറയുന്ന 10,000 മനുഷ്യരെ അവിടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കണ്ണീരും രക്തവും പൊടിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരെല്ലാം ഇന്ന് സന്തോഷത്തോടെ സാക്ഷികളായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അത്ഭുതം നിറഞ്ഞ അൾത്താറയിലേക്ക് അപ്പമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജോലിയില്ലാത്തവര്, ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവര്, യാത്ര മുടങ്ങിപ്പോയവര് എല്ലാവരും സ്മരിച്ചിക്കണമേ. സമാധാനമില്ലാത്തവര്, കുടുംബം തകർന്നവര്, പഠിക്കാൻ നിവൃത്തിയില്ലാത്തവര്, മക്കളില്ലാത്തവര്, ഡൈവേഴ്സിന് വേണ്ടി അകപ്പെട്ടു പോയവര്, കുടുംബ ബന്ധങ്ങൾ ചിതറിപ്പോയവര്, ഛിദ്രമായവര് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ. ഓരോരോ കാര്യത്തിന് വേണ്ടി അലഞ്ഞ് തിരിഞ്ഞ് അവസാനം നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് ഇപ്പം സ്പർശിക്കണമേ. 38 വർഷമായി തളവാദം പിടിച്ചതുപോലെ മനസ്സിന് തളവാദം പിടിച്ച മക്കൾ കർത്താവെ കണ്ണീരോടെ ഓൺലൈനിലും ഇവിടെയും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. അവർ നിന്റെ തിരുമുറുവാർന്ന വലത് കർത്താൽ അടിപ്പിടർ പോലെ ലാസറിനെ ഉയർത്തിപ്പിച്ചവരെ കർത്താവെ അവർ ഉയർത്തിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമമാ